സിഹർ ചെയ്യുക, അല്ലെങ്കിൽ സിഹർ ഒരാൾക്ക് സിഹർ ചെയ്യാൻ വേണ്ടി അമ്പലത്തിലോ അല്ലെങ്കിൽ പള്ളിയിലോ ഏതെങ്കിലും ഒരു മന്ത്രവാദിയുടെ അടുക്കൽ ചെല്ലൽ ഹറാമാണ്. കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എത്രയോ ആളുകൾക്കാണ് കുടുംബക്കാർ തന്നെ സിഹർ ചെയ്യുന്നത്. ജ്യേഷ്ഠന് സിഹർ ചെയ്യുന്ന അനുജനുണ്ട്, അനുജന് സിഹർ ചെയ്യുന്ന ജ്യേഷ്ഠനുണ്ട്, അതുപോലെ സഹോദരിമാർ പരസ്പരം സിഹർ ചെയ്യുന്നവരുണ്ട്, അയൽവാസികൾ പരസ്പരം, കുടുംബക്കാർ. ഈ അസൂയയാണ് ഈ സിഹറിൻ്റെയൊക്കെ ഏറ്റവും വലിയ കാരണം. അപ്പോൾ സിഹർ അതെന്താണ്? വൻ പാപമാണ്. അല്ലാഹു തആല ആരെല്ലാം ആ ഒരു പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും അല്ലാഹു തആല വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കണ്ണേറാണ്. കണ്ണേറിനെ പറ്റിയാണ്. കണ്ണേറും സിഹറും വ്യത്യാസമുണ്ട്. സിഹർ എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര വീര്യം കൂടിയതാണ്. സിഹർ എന്ന് പറഞ്ഞാൽ ഇച്ചിരി വീര്യം കൂടിയതാണ്. കണ്ണേറെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. കണ്ണേറെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില ആളുകൾ നല്ലത് പറയും. നല്ലത് പറഞ്ഞാലും അതൊരു പക്ഷേ നമുക്ക് കേടായി മാറാം. ഇപ്പോൾ ഒരു നല്ലൊരു പ്രസംഗം, ഞാനൊരു സ്ഥലത്ത് പ്രസംഗിക്കുന്ന സമയം, ഉസ്താദിൻ്റെ പ്രസംഗം കൊള്ളാട്ടോ, നല്ല പ്രസംഗമാണ്, അത് എന്നെ കുറ്റം പറഞ്ഞതല്ല, മറിച്ച് എന്നെപ്പറ്റി നല്ലത് പറഞ്ഞതാണ്, എൻ്റെ പ്രസംഗത്തെപ്പറ്റി പുകഴ്ത്തി പറഞ്ഞതാണ്. പക്ഷെ ആ പുകഴ്ത്തി പറച്ചിലും ഒരു പക്ഷേ നമുക്ക് എന്തായി മാറാം? അതൊരു പ്രയാസമായി മാറാം. അതാണ് കണ്ണേർ എന്ന് പറഞ്ഞാൽ. അത് ഖൈറായ കാര്യം പറഞ്ഞാലും ഷർറായ കാര്യം പറഞ്ഞാലും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഒരു പ്രയാസമാണ് കണ്ണേർ. ഈ കണ്ണേറിന് ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട് മഹത്തുക്കളായ ഉലമാക്കൾ. ഞാനൊന്ന് പറഞ്ഞുതരാം. മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ചീത്ത പ്രകൃതി ഉള്ളവരിൽ നിന്നും അസൂയയോടെ തോന്നിപ്പിക്കുന്ന ചില നോട്ടങ്ങൾ അത് കണ്ണേറാണ്. ചീത്ത പ്രകൃതിയുള്ള ആളുകളുണ്ട്, എപ്പോഴും മറ്റുള്ളവരോട് ദേഷ്യവും കുശുമ്പും അസൂയയുള്ള ആളുകളുണ്ട്. അങ്ങനത്തെ ഒരുപാട് സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്നും അസൂയയോടുകൂടിയുള്ള ചില നോട്ടങ്ങൾ, വർത്തമാനം വേണ്ട, സംസാരം വേണ്ട, ചില നോട്ടങ്ങൾ പോലും എന്താണ്, അതൊരു കണ്ണേറായി മാറാമെന്നാണ്.